കെമിക്കലുകൾ ചേർന്ന എസൻസും കെമിക്കലുകൾ ചേർന്ന കളറുകൾ ചേർത്ത മറ്റു സാധനങ്ങളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേക്കിൽ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല. ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരു കെമിക്കൽ കേക്ക് ആയി പോകും. ഈ കെമിക്കലുകൾക്ക് പകരമായി നാച്ചുറൽ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സാധാരണയായി എല്ലാ കേക്കിലും ഉപയോഗിക്കുന്നതാണ് വാനില എസൻസ്. നമ്മൾ വാനില എസൻസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിൽ എസൻസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽ ചേർന്നുണ്ടാക്കിയതാണ്. അത് ഒരു കാരണവശാലും വാങ്ങിക്കരുത്. അതിന് പകരമായി വാനില എക്സ്ട്രാക്ട് വാങ്ങിക്കാവുന്നതാണ്. വാനില എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് നാച്ചുറൽ വാനിലയിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. വിലയിൽ ശകലം വ്യത്യാസം കാണും, എന്നാലും ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അതിനെ നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാനിലയുടെ നല്ല ഫ്ലേവർ ലഭിക്കും. അടുത്തതായിട്ട് മിക്കവാറും എല്ലാവരും ചേർക്കുന്നതാണ് ഓറഞ്ച് എസൻസ്. ഓറഞ്ചിന്റെ കെമിക്കലുകൾ ചേർത്ത എസൻസുകൾ മാത്രമേ മാർക്കറ്റിൽ ലഭിക്കുകയുള്ളൂ. അതിന് പകരമായി ഇതുപോലെ നല്ല മണവും നിറവുമുള്ള ഓറഞ്ച് എടുത്ത് അതിൻ്റെ മുകളിലത്തെ ആ ഓറഞ്ച് ഭാഗം മാത്രം ചിരണ്ടിയെടുക്കാവുന്നതാണ്. ഇത് ചിരണ്ടിയെടുക്കാനായി ഒരു മൈക്രോപ്ലെയിൻ ഗ്രേറ്റർ ഉപയോഗിക്കുന്നതാണ്. അത് കേക്കിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവർ ലഭിക്കും. അടുത്തതാണ് കാരമൽ എസൻസ്. കാരമലിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒട്ടുമിക്ക ആളുകളും ചേർക്കുന്നതാണിത്. ഇത് എസൻസ് ആണ്, കെമിക്കൽ ചേർത്ത് വരുന്നതാണ്. കഴിവതും ഇത് ഉപയോഗിക്കാതിരിക്കുക. അതിനു പകരമായി വെറും പഞ്ചസാര വെച്ച് കാരമൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അടുത്ത എല്ലാവരും ചേർക്കുന്ന സാധനമാണ് ടൂട്ടി ഫ്രൂട്ടി. ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത് പച്ച പപ്പായക്കകത്ത് കളറും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്നതാണ്. അതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. അതിനു പകരമായി നിരവധി സാധനങ്ങൾ ഓർഗാനിക്കായിട്ട് ചേർക്കാം. അതിലൊന്നാണ് മിക്സ്ഡ് പീൽ എന്നറിയപ്പെടുന്ന ഓറഞ്ചിന്റെയും നാരങ്ങയുടെയും തൊലി പഞ്ചസാര ലായനിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുണ്ടാക്കിയെടുക്കുന്ന രീതി ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇതങ്ങോട്ട് കേക്കിൽ ചേർത്താൽ നല്ല രുചിയാണ്. ഇതുണ്ടാക്കി വെച്ചാൽ 1 വർഷം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ അടുത്തായിട്ട് ചേർക്കാവുന്നതാണ് ഉണക്കമുന്തിരിയും കളർ ചേർക്കാതെ ഉണങ്ങിയെടുത്ത പഴങ്ങളും. അതിൻ്റെ ഒറിജിനൽ സാധനം മാർക്കറ്റിൽ ലഭ്യമാണ്. ഇങ്ങനെയുള്ള ഓർഗാനിക് ചേരുവകൾ മാത്രം ചേർത്ത് ഒരു നല്ല പ്ലം കേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രീമിയം പ്ലം കേക്കിൻ്റെ റെസിപ്പി ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഈ റെസിപ്പിയുടെ കണ്ടുനോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.